സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ മറ്റൊരു അധ്യയന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ നിർബന്ധമായും ആർജിച്ചിരിക്കേണ്ട ഒരു നൈപുണ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇതൊരു ഗണിത നൈപുണ്യമാണ്. ഒരു കോമ്പൗണ്ട് അരിത്മെറ്റിക് പ്രോബ്ലം, അതായത് കൂടുതൽ ക്രിയകൾ ആവശ്യം വരുന്ന, കൂടുതൽ ചതുഷ്ക്രിയകൾ ഒരു പക്ഷേ ആവശ്യം വന്നേക്കാവുന്ന ഗണിത പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ ഒരു കുട്ടി നിർബന്ധമായും ആർജിക്കേണ്ട ഒരു നൈപുണ്യമാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്താണെന്ന് ഞാൻ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ആന്യ വർക്കിച്ചേട്ടൻ്റെ കടയിൽ പോകുന്നു. ആന്യ കടയിൽ പോയപ്പോൾ വാങ്ങിയത് 2 പാവകൾ, 2 പേനകൾ. ഒരു പാവയുടെ വില 25 രൂപ. 2 പാവകൾ വാങ്ങി, 2 പേനകൾ വാങ്ങി. ആത്മീയ വർക്കിച്ചേട്ടന് കൊടുത്തത് 100 രൂപ. അങ്ങനെയെങ്കിൽ ഒരു പേനയുടെ വില എത്ര എന്നാണ് ചോദ്യം. എത്രയാണ് ഒരു പേനയുടെ വില എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് സ്ട്രാറ്റജി നാം പ്രയോഗിച്ച് നോക്കാം. എന്തെല്ലാം ഡേറ്റകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ഒന്ന്, വർക്കിച്ചേട്ടൻ്റെ കടയിൽ പോയപ്പോൾ എന്തെല്ലാമാണ് വാങ്ങിയത്? പാവകൾ 2, പേനകൾ 2. ഒരു പാവയുടെ വില എത്രയാണ്? നമുക്കറിയാം, ഒരു പാവയുടെ വില 25 രൂപ. 2 പാവകളുടെ വില എത്രയാണെന്ന് കൂട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. 2 പാവകളുടെ വില സമം 25 അധികം 25, അതായത് 50. 2 പേനകൾ വാങ്ങിയിട്ടുണ്ട്. പേനയുടെ വില നമുക്കറിയില്ല. ഒരു പേനയുടെ വിലയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പക്ഷേ നമുക്ക് ലഭ്യമായ മറ്റൊരു ഡാറ്റയുണ്ട്. എന്താണത്? 100 രൂപയാണ് ആന്യ വർക്കിച്ചേട്ടന് നൽകിയത്. ഈ ഡേറ്റയുടെ വെളിച്ചത്തിൽ നാം തിരിച്ചു ചിന്തിക്കുമ്പോൾ 2 പാവകൾക്കായി നൽകേണ്ടിയിരുന്നത് 50 രൂപയാണ്. 100 രൂപ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50-ൽ നിന്നും 100-ലേക്കുള്ള ദൂരം 60, 70, 80, 90, 100, അതായത് 50ആണ് 50-ൽ നിന്നും 100-ലേക്കുള്ള ദൂരം. ഈ ദൂരത്തിനുള്ളിൽ 2 പേന വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു പേനയുടെ വില കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നാം ഇപ്പോൾ കംപ്ലീറ്റ് ഈ പ്രോബ്ലത്തെയും ഈ പ്രശ്നത്തെ മൊത്തമായി കാണുന്നതിന് പകരം ഡേറ്റയുടെ വെളിച്ചത്തിൽ ഇതിലെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് വിവിധ ഡേറ്റകൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തെ വിശകലനം ചെയ്തുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ നിയമങ്ങളിലേക്ക് കടക്കുന്ന ഈ രീതിക്കാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ദുർഗ്രാഹ്യം എന്ന് തോന്നിക്കാവുന്ന ഒരു പ്രശ്നത്തെ, ഒരു പ്രഹേളികയെ സമീപിക്കുമ്പോൾ അതിനെ ലഭ്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപിളർ ആയിട്ടുള്ള കോമ്പോണൻസ് ആക്കി മാറ്റി അതിലൂടെ ഈ ഡേറ്റയെ വിശകലനം ചെയ്ത് വീണ്ടും ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. This is one of the most prominent strategies you can use when you teach the children mathematics. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.